പൗരന് രാജ്യത്തോട് സ്നേഹമുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നത് എങ്ങനെയാണ്? ജനത കാവലേൽപ്പിച്ച സർക്കാർ ജനങ്ങൾക്കെതിരെ രാജ്യദ്രോഹം എന്ന ഭീഷണി സൂക്ഷിക്കുന്നത് എന്തിനാണ്? കോടതി പോലും രാജ്യദ്രോഹം കാലഹരണപ്പെട്ടു എന്ന് പറയുമ്പോഴും ഭരണകൂടങ്ങൾക്ക് ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റം എന്ന ആയുധത്തോട് ഇത്രമേൽ ആസക്തി തോന്നുന്നതും എന്തുകൊണ്ടാണ്? ഭരണകൂടം സ്വന്തം പൗരന്മാർക്കെതിരെ പ്രയോഗിക്കാൻ കാത്തുവച്ചിരിക്കുന്ന ഏറ്റവും ഹീനമായ ഒരായുധമായാണ് രാജ്യദ്രോഹം സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മറ്റു വകുപ്പുകളൊന്നും ചുമത്താനാകാത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾക്കെതിരെയാണ് പലപ്പോഴും രാജ്യദ്രോഹം പ്രയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലക്ഷദ്വീപ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ കേസ് തന്നെ ഏറ്റവും സജീവമായ ഉദാഹരണം. കോവിഡ് പ്രതിരോധത്തിൽ മനഃപൂർവ്വം അലംഭാവം വരുത്തി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ജനങ്ങൾക്കെതിരെ ജൈവായുധമായി ഉപയോഗിച്ചു എന്നായിരുന്നു ഒരു ചർച്ചയ്ക്കിടെ ഐഷ സുൽത്താന നടത്തിയ പരാമർശം. അതൊരു പ്രസ്താവനയാണ്. ആർക്കു വേണമെങ്കിലും യോജിക്കാനും വിയോജിക്കാനും അപലപിക്കാനും തള്ളിക്കളയാനും സാധ്യത നൽകുന്ന ഒരഭിപ്രായ പ്രകടനം. പ്രസ്താവന കുറ്റകൃത്യമാക്കാനാകുന്ന ഏറ്റവും ലളിതവും അതേസമയം ഗുരുതരവുമായ വകുപ്പാണ് 124A അഥവാ രാജ്യദ്രോഹ കുറ്റം. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇടപെടൽ, കോടതിയുടെ നേരിട്ടുള്ള ആഴമേറിയ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. ഭരണകൂടത്തിന്റെ നയങ്ങളെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ എങ്ങനെ രാജ്യദ്രോഹികളാകുമെന്ന് അടുത്ത കാലത്ത് തന്നെ പലതവണ കോടതികൾ ചോദിച്ചിട്ടുണ്ട്. പൗരനെ നിശബ്ദമാക്കാനുള്ള ഭീഷണിയുടെ ആയുധമാണ് രാജ്യദ്രോഹ കുറ്റമെന്ന് കോടതി ഇത്ര വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതാദ്യമായാണ്. ഭിന്നസ്വരം വേണ്ടെന്ന് തോന്നിയാൽ സർക്കാരിന് ഈ വകുപ്പ് എടുത്ത് പ്രയോഗിക്കാം എന്നാണ് അവസ്ഥയെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഏറ്റവും ഗുരുതരമായ ദുരുപയോഗത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ച ദശകമാണ് കടന്നു പോകുന്നത്. ഭരണകൂടങ്ങൾ രാജ്യദ്രോഹ കുറ്റം കൈവിടില്ലെങ്കിൽ കോടതിയെങ്കിലും അതിന് വഴിയൊരുക്കുമോ എന്നാണ് സമൂഹം ഉറ്റുനോക്കുന്നത്. ജീവിതം മുഴുവൻ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് കോടതിയിലെത്തിയിരിക്കുന്നതെന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുന്നു. രാജ്യദ്രോഹ കുറ്റം ചോദ്യം ചെയ്യാൻ രാജ്യസ്നേഹം തെളിയിച്ച യോഗ്യതയുണ്ടെന്ന് സുപ്രീം കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തിയാകണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന 124A വകുപ്പിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് റിട്ടയർഡ് മേജർ ജനറൽ SG വൊമ്പത്കരെ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ ഹനിക്കുന്നതാണ് വകുപ്പെന്ന് ഹർജി പരാതിപ്പെടുന്നു. ചൂതാട്ടക്കാരെ പോലും ആരെയും കേസിൽപ്പെടുത്തണം എന്ന് തോന്നിയാൽ രാജ്യദ്രോഹം ചുമത്താവുന്ന രീതിയിൽ അവ്യക്തവും വിശാലവുമാണ് 124A വകുപ്പിന്റെ വ്യാഖ്യാനമെന്ന് കോടതി വിലയിരുത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന രാജ്യദ്രോഹ നിയമത്തിന് ഇപ്പോൾ എന്ത് പ്രസക്തിയെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു. ഗാന്ധിജിയെയും ബാലഗംഗാധര തിലകനെയും ഉൾപ്പെടെ നിശബ്ദരാക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച നിയമം സ്വാതന്ത്ര്യം കിട്ടി 73 വർഷം കഴിഞ്ഞിട്ടും അനിവാര്യമാണോ എന്നാണ് കോടതിയുടെ മറ്റൊരു ചോദ്യം. എന്നാൽ പ്രതീക്ഷിക്കാവുന്നതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പ്രതികരണം രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കേണ്ട എന്നു തന്നെയാണ്. പകരം വ്യക്തമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി വകുപ്പ് പരിഷ്കരിക്കാം എന്നാണ് അറ്റോർണി ജനറൽ കോടതിയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്തുകൊണ്ടാണ് സ്വന്തം പൗരന്മാർക്കെതിരെ ഇങ്ങനെയൊരു ഭീഷണി കുറ്റം നിലനിർത്തിയേ പറ്റൂ എന്ന് ഭരണകൂടത്തിന് തോന്നുന്നത്? കാരണം ലളിതമാണ്. കുറ്റം ചെയ്യാത്തവരെയും പിടിച്ചു ജയിലിലിടാൻ ഏറ്റവും എളുപ്പം സാധ്യതയൊരുക്കുന്ന ഒരു വകുപ്പാണ് രാജ്യദ്രോഹം. ഭരണകൂടത്തിന് അസൗകര്യമുണ്ടാക്കുന്നവരെ അതാരായാലും രാജ്യദ്രോഹ കേസിൽപ്പെടുത്തി തടവിലിടാൻ എളുപ്പമാണ്. ഈ കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത പ്രധാനമാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുന്നവരിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു മരം മുറിക്കാൻ കൊടുത്ത വാളുകൊണ്ട് വനം മുഴുവൻ മുറിക്കുന്നത് പോലെയാണ് രാജ്യദ്രോഹ വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. സാധാരണഗതിയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റം ചെയ്തു എന്ന് തെളിയിച്ചാലേ ശിക്ഷിക്കാനാകൂ. രാഷ്ട്രീയ വിയോജിപ്പ് ഉന്നയിക്കുന്നതാകട്ടെ ഇന്ത്യയിലൊരു കുറ്റവുമല്ല. അപ്പോൾ സർക്കാരിനെതിരായ വിമർശകരെ എങ്ങനെ നേരിടും? കുറ്റകൃത്യം ചെയ്യാത്തവരെയും പിടിച്ചകത്തിടാൻ
നിലവിൽ സാധ്യത നൽകുന്ന വകുപ്പാണ് രാജ്യദ്രോഹ കുറ്റം. ഉദാഹരണങ്ങൾ അനവധി. ഏറ്റവും ഒടുവിൽ വിവാദ കർഷക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്ത ഹരിയാനയിലെ 100ഓളം കർഷകർക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. കർഷക സമരത്തിനിടെ ഡെപ്യൂട്ടി സ്പീക്കറുടെ വാഹനം കേടുവരുത്തി എന്ന ആരോപണത്തിലാണ് കർഷകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയതിന് അടൂർ ഗോപാലകൃഷ്ണനടക്കം 49 സാംസ്കാരിക പ്രമുഖർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാൻ ആവശ്യപ്പെട്ടത് UP-യിലെ കോടതിയാണ്. JNU-വിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ചരിത്രം സമീപകാലത്ത് തന്നെ രാജ്യത്തെ പോലീസിനുണ്ട്. ഒടുവിൽ ലക്ഷദ്വീപ് സമരത്തിൽ ഭരണകൂടത്തിനെതിരെ നടത്തിയ പ്രസ്താവനയുടെ പേരിലാണ് സംവിധായിക ഐഷ സുൽത്താനയ്ക്കെതിരെ ദ്വീപ് പോലീസ് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തത്. അത്രമേൽ പരസ്യമായാണ് രാജ്യദ്രോഹ കുറ്റം നിലവിൽ നമ്മുടെ രാജ്യത്ത് ദുരുപയോഗിക്കപ്പെടുന്നത്. രാജ്യത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ് രാജ്യദ്രോഹ കുറ്റം എന്നാണ് വിവക്ഷയെങ്കിലും ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെയാണ് വ്യാപകമായി ഈ വകുപ്പ് പ്രയോഗിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തിനു വേണ്ടി വാദിച്ചിരുന്നവർക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ഏറ്റവും അധികം പ്രയോഗിക്കപ്പെട്ടത് എന്നതാണ് ഇന്നത്തെ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വൈരുദ്ധ്യം. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആദ്യം ശിക്ഷിക്കപ്പെട്ടത് ബാലഗംഗാധര തിലകനാണ് എന്ന് ചരിത്രം. പ്ലേഗ് രോഗബാധ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ലേഖനം കേസരിയിൽ പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ചായിരുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. തുടർന്ന് 1897 ബോംബെ ഹൈക്കോടതി തിലകനെ 124A വകുപ്പ് പ്രകാരം ശിക്ഷിച്ചു. 18 മാസം ജയിൽ തടവായിരുന്നു ശിക്ഷ. പിന്നീട് ഈ കേസിന്റെ പശ്ചാത്തലത്തിലടക്കം വിലയിരുത്തൽ നടത്തിയ അന്നത്തെ ഫെഡറൽ കോടതി പോലും 1937 പറഞ്ഞത് സർക്കാരിനെതിരെ ശത്രുത വളർത്തുന്നത് രാജ്യദ്രോഹമായി കണക്കാക്കാം എന്നാണ്. ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല എങ്കിൽ പോലും ഭരണകൂടത്തിനെതിരെ സ്പർദ്ധ വളർത്തുന്നത് രാജ്യത്തിനെതിരായ ദ്രോഹമായി കണക്കാക്കാം എന്ന ആ വ്യാഖ്യാന സാധ്യതയാണ് പിന്നീട് ഗാന്ധിജിക്കെതിരെ പോലും പ്രയോഗിക്കപ്പെട്ടത്, ഇന്നും ഭരണകൂടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് രാജ്യദ്രോഹം ഒഴിവാക്കപ്പെട്ടിരുന്നു. കരട് ഭരണഘടനയിൽ രാജ്യദ്രോഹം കുറ്റമായി കണ്ടിരുന്നുവെന്നും KM മുൻഷിയും ജവഹർലാൽ നെഹ്റുവും നടത്തിയ നിയമ പോരാട്ടമാണ് അന്തിമ രൂപത്തിൽ നിന്ന് രാജ്യദ്രോഹം ഒഴിവാക്കാൻ പ്രേരണയായതെന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അന്നും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്ന് രാജ്യദ്രോഹം ഒഴിവാക്കപ്പെട്ടില്ല. 1951 ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ ന്യായമായ നിയന്ത്രണങ്ങൾ ബാധകമാണ് എന്ന വ്യവസ്ഥ വന്നു. പിന്നീട് ഇന്ദിരാഗാന്ധി ഭരണകൂടമാണ് 124A കുറ്റകരമായ വകുപ്പായി തുലനം ചാർത്തി രാജ്യദ്രോഹ ഭീഷണി വീണ്ടും പൊക്കിയെടുത്തത്. 1974 നിലവിൽ വന്ന ക്രിമിനൽ നടപടി ചട്ട ഭേദഗതി പ്രകാരം പോലീസിന് വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന ഗുരുതര കുറ്റകൃത്യമായി മാറി രാജ്യദ്രോഹം. എന്നുവെച്ചാൽ രാജ്യദ്രോഹ കുറ്റത്തെ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ആയുധമായി മാറ്റിയതിലും നിലനിർത്തിയതിലും രാജ്യം ഭരിച്ച എല്ലാ ഭരണകൂടങ്ങൾക്കും പങ്കുണ്ട് എന്ന് മാത്രമല്ല, ഇനിയും രാജ്യദ്രോഹ കുറ്റം എന്തിന് എന്ന് ചോദിക്കുന്ന സുപ്രീം കോടതിക്കും ഈ വകുപ്പിന് ആധികാരികത നൽകിയതിൽ നിർണായകമായ പങ്കുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കും എന്ന സുപ്രീം കോടതി സാക്ഷ്യം തന്നെയാണ് മാറി മാറി വന്ന ഭരണകൂടങ്ങൾക്കും ബലമായത്. എന്നാൽ അതേ സുപ്രീം കോടതിക്ക് തന്നെ ഇനി എന്തിന് എന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ സർക്കാരുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. 2019 മാത്രം രാജ്യദ്രോഹ കേസുകളിൽ 25% വർധനയുണ്ടായെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നു. ഒരൊറ്റ വർഷം മാത്രം 93 രാജ്യദ്രോഹ കേസുകൾ ചുമത്തി. അറസ്റ്റിലും 41% വർധനയുണ്ടായി. 2018 70 രാജ്യദ്രോഹ കേസുകളാണ് രാജ്യത്തുണ്ടായിരുന്നത്. 2015 മുതൽ 4 വർഷം കൊണ്ട് 283 രാജ്യദ്രോഹ കേസുകൾ ചുമത്തുകയുണ്ടായി. 2019 96 പേരെ രാജ്യദ്രോഹ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ 2 പേർക്കെതിരെ മാത്രമാണ് നിയമം ശിക്ഷ വിധിച്ചത്. 29 പേരെ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. ഒരു ഭരണകൂടവും
രാജ്യദ്രോഹ കുറ്റം വേണ്ടെന്ന് വെക്കാൻ തയ്യാറല്ല. 2012 UPA സർക്കാരും പാർലമെന്റിൽ പറഞ്ഞത് നിയമം കാലഹരണപ്പെട്ടിട്ടില്ല എന്നാണ്. നേരത്തെ ലോ കമ്മീഷൻ ശുപാർശ ചെയ്തപ്പോഴും രാജ്യദ്രോഹ കുറ്റത്തിന് കൂടുതൽ വ്യക്തത കൊണ്ടുവരിക എന്നതായിരുന്നു ബദൽ നിർദ്ദേശം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പ്രതികരണവും അതുതന്നെയാണ്. രാജ്യദ്രോഹ കുറ്റം വേണ്ടെന്ന് വെക്കരുത്, പകരം വ്യക്തതയുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരാം. വിശദമായ മറുപടി രാജ്യം ഉറ്റുനോക്കുകയാണ്. ദുരുപയോഗം തടയാനുള്ള മാർഗരേഖകളോടെ രാജ്യദ്രോഹ കുറ്റം തുടരണം എന്നാണ് കേന്ദ്രം ഇപ്പോഴും കോടതിയിൽ നിലപാടെടുത്തിരിക്കുന്നത്. ഭരണകൂടം പൗരന്റെ രാജ്യസ്നേഹം വിലയിരുത്തി സാക്ഷ്യപ്പെടുത്തുന്നത് അനാരോഗ്യകരമായ ജനാധിപത്യ വിരുദ്ധമായ അവസ്ഥയാണ്. അപ്പോഴും സുപ്രീം കോടതിയുടെ കൃത്യതയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ട്. രാഷ്ട്രീയ വിമർശനങ്ങൾ നേരിടാൻ ഭരണകൂടം രാജ്യദ്രോഹ കുറ്റമെടുത്ത് പ്രയോഗിക്കുന്നത് അവസാനിപ്പിക്കണം. വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും ഭരണകൂടമാണ് നേരിടേണ്ടത്. അതിന് ദേശീയത എന്ന വികാരത്തെ പരിചയമായി പ്രയോഗിക്കുന്നത് ഒരാധുനിക സമൂഹത്തിനും ചേർന്നതല്ല. വിമർശനങ്ങളില്ലാത്ത സാമൂഹ്യ സാഹചര്യമാണ് ശരിയായ രാജ്യദ്രോഹം.